നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ് സൈക്കോളജിസ്റ്റാണ്. എന്നാൽ ജ്യോതിഷ ഭൂഷണം ആണ്. ജ്യോതിഷത്തിൽ ഡിപ്ലോമയുണ്ട്, വാസ്തുശാസ്ത്രത്തിലും ഡിപ്ലോമയുണ്ട്, നമ്മുടെ വാസ്തു അക്കാഡമിയിൽ തന്നെ. അപ്പോൾ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്തിടെ ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്നെ കാണാൻ വന്ന ഒരു 62 വയസ്സ് പ്രായമുള്ള ഒരു ചേച്ചി, അവരെ ഒരു മാനസിക രോഗവിദഗ്ധൻ്റെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ആ ഔഷധത്തിലൂടെ ഇവർ നിത്യജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി മയക്കത്തിൻ്റെ പിടിയിലായി അവരുടെ വ്യക്തിത്വം തന്നെ മറ്റൊരവസ്ഥയിലേക്ക് അധപ്പതിച്ചു. അപ്പോൾ അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ചേർന്നാണ് ഇന്ന് ആ ചേച്ചി എത്ര ആക്റ്റീവായിരുന്നു, എത്ര ഊർജ്ജസ്വലതയും ഉന്മേഷവും ഊഷ്മളതയും വളരെ പോസിറ്റീവായിരുന്ന ഒരു വ്യക്തി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണ് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ മനസ്സിലാക്കിയത്, നമ്മളാരെയും മോശക്കാരനാക്കുന്നില്ല, എല്ലാവരും മോശക്കാരല്ല, എങ്കിൽ എല്ലാ മേഖലയിലും മോശക്കാരുണ്ട് എന്നത് വാസ്തവം. ഈ ചേച്ചി ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആണല്ലോ ഇപ്പം എല്ലാം, മുഖാമുഖം അല്ലാത്തൊരവസ്ഥ. ശാസ്ത്രീയതയ്ക്ക് അപ്പുറം ഓൺലൈൻ എന്ന ഒരു സ്ഥിതി വിശേഷത്തിൽ ഇന്ന് മനുഷ്യൻ അധപ്പതിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിൽ ഒരു ആസ്ട്രോളജി ആണ് ഇവർ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ അങ്ങേര് ഓൺലൈനിൽ ഗണിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഇവർക്ക് ചില ദോഷങ്ങളുണ്ട്, അങ്ങനെ ഒരു പൂജ ചെയ്യണം. അപ്പോൾ പൂജ ആരാ നടത്തുക? ഈ ഓൺലൈൻ ജ്യോതിഷം തന്നെയാണ് ആരെ കൊണ്ട് പൂജ ചെയ്യിക്കണം എന്നൊരു നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ഫിസിക്കലായിട്ട് ഉള്ളൊരു പൂജ ഈ ജ്യോതിഷൻ പറയുന്നു, നമ്പർ കൊടുക്കുന്നു, അങ്ങനെ ഈ പൂജയ്ക്ക് മറ്റൊരു വിധേയരാകുന്നു. ഞാൻ വ്യക്തികൾ നടത്തുന്ന പൂജയെക്കുറിച്ചേ പറയുന്നുള്ളൂ, അല്ലാതെ വലിയ വലിയ ഹോമങ്ങൾ, ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓരോ വ്യക്തികൾ നടത്തുന്ന പൂജയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പൂജ നടത്താൻ തയ്യാറാകുന്ന ഈ സ്ത്രീ, ഈ ചേച്ചി, ഈ ജ്യോതിഷൻ വിധിച്ച പൂജ നടത്തിപ്പുകാരനെ സമീപിച്ചപ്പോൾ അയാൾ വലിയൊരു തുകയാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും കുറഞ്ഞ പക്ഷം ഇന്ന് 20,000 30,000, ഏറ്റവും മിനിമം 12,000 15,000 ഒന്നും ഇല്ലാതെ പൂജ നടത്താൻ പറ്റില്ല എന്നാണ് ഇവരുടെ നയം. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു, അതുകൊണ്ട് ഇവർക്ക് ഈ പൂജ നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതൊരു വലിയൊരു ദോഷമാണ്, വലിയൊരു ദൗർഭാഗ്യമാണ് എന്നതാണ് ഇവർ ഡിപ്രഷനിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ആ മാന്യ അദ്ദേഹം ഈ ഔഷധം കൊടുക്കുന്നതിന് മുന്നേ ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ. അല്ല വെറുതെ അങ്ങ് മരുന്ന് കൊടുത്തേക്കുവാണോ? എന്താണെന്ന് ചോദിക്കണ്ടേ? കുറഞ്ഞ പക്ഷം ഈ വന്നിരിക്കുന്ന പേഷ്യൻ്റ് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും എന്താണ് അവർക്കുണ്ടായിരിക്കുന്ന അസ്വസ്ഥത എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം സൈക്കാട്രിസ്റ്റുകൾക്കില്ലേ? എന്തായാലും ശരി തന്നെ, പൂജ എന്നത് നിങ്ങൾക്ക് മാനസ പൂജ ചെയ്യാം, അതുപോലെ തന്നെ ജപ ധ്യാനങ്ങൾ ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം. അപ്പം നമുക്ക് സമർപ്പിക്കാം, സങ്കല്പങ്ങളായിട്ട് കർപ്പൂരം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങളിൽ 1 സ്പൂൺ ജലം കൊടുത്താൽ പോലും ഭക്തിയിൽ ദൈവം സ്വീകരിക്കും. അല്ലാതെ ഇത്രയും പൈസ ചെലവാക്കി പൂജ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദോഷം മാറൂ, അങ്ങനെയില്ല.
എന്തായാലും നമുക്ക് മാനസ പൂജ ചെയ്യുന്നത് വളരെ ഗുണമാണ്. നാമജപം ചെയ്യുന്നത് ഒത്തിരി ഗുണമാണ്. ധ്യാനങ്ങൾ പരിശീലിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒത്തിരി ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഓം നമ ശിവായ, ഓം നമോ നാരായണായ, അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന അല്ലാഹ്, ജീസസ്, ഏത് നാമം ആണെങ്കിലും ശരി തന്നെ, ഇതെല്ലാം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമാണ്, നമ്മുടെ ഇൻറ്റൻഷനാണ് പ്രധാനം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ മുഖത്തലയിൽ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രമുണ്ട്. മാനസ പൂജ എങ്ങനെ ചെയ്യാം, പരിപൂർണമായിട്ടുള്ള വ്യക്തികൾ നടത്തുന്ന പൂജയ്ക്ക് 100 മടങ്ങ് അതിലും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാം. ഭഗവാൻ അത് സ്വീകരിക്കും. നിങ്ങൾ അന്നദാനം ചെയ്യൂ. അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് ഇത്തിരി ബുക്ക് മേടിച്ചു കൊടുക്കൂ, പഠനോപകരണങ്ങൾ മേടിച്ചു കൊടുക്കൂ. പാവപ്പെട്ടൊരു കുട്ടിക്ക് അതുപോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്താൽ പോലും പൂജയാണ്. പൂർണ്ണതയിൽ നിന്ന് എന്ത് ജനിക്കുന്നു അതാണ് പൂജ എന്ന് പറയുക. അപ്പോൾ ആ പൂർണ്ണതയിൽ നമ്മൾ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധ്യാനത്തിലൂടെ നാം എത്തേണ്ട അവസ്ഥയാണ്. അല്ല ബാഹ്യമായിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തികൾ നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. വ്യക്തികളും മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഞാൻ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. 9605743596. ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ്. തീർച്ചയായിട്ടും എന്തായാലും ആ ചേച്ചി ഇപ്പം കംഫർട്ടാണ്. ഔഷധ ചികിത്സയിൽ നിന്നൊക്കെ മുക്തി നേടി തിരിച്ചവർ ജീവിതത്തിലേക്ക് വന്നു. ഒരു പൂജ അവർ ചെയ്തില്ല, മാനസ പൂജയിലാണ്. സംതൃപ്തിയാണ് സങ്കല്പത്തിലൂടെ. എല്ലാം സങ്കല്പമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. അതുകൊണ്ട് ചൂഷണം ഇന്ന് വളരെ കൂടുതലാണ്. ഈ ഓൺലൈനൊക്കെ വന്ന് അതേ ഉള്ളൂ. എന്തായാലും നന്മയുടെ പാതയിൽ സഞ്ചരിക്കും. മുഖത്തലയിലാണ് നമ്മുടെ സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം. വരിക, പ്രയോജനപ്പെടുത്തൂ. നന്ദി.